ആ ദൃശ്യങ്ങൾ നോക്കുക. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കയറി നിൽക്കുന്ന ഡ്രൈവർ സീറ്റിലാണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കയറി നിൽക്കുന്നത്. അത്തരത്തിലുള്ള പ്രകോപനങ്ങൾക്കൊക്കെ അത് ആ പോലീസുകാരൻ അത് തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇറങ്ങുന്നില്ല. പോലീസുകാർ പരമാവധി അവരോട് പറയുന്നുണ്ട്. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും ജ്യോതികുമാർ ചാമക്കാല പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്ക് UDF പ്രവർത്തകർ കിടക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യുമെന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് UDF പ്രവർത്തകർ കടക്കുന്നു. വലിയ പ്രതിഷേധം ഈ രാത്രി വലിയ പ്രതിഷേധത്തിന്റെ രാത്രിയാക്കുമെന്ന് പ്രഖ്യാപിച്ച UDF പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്ക് കിടക്കുന്നു. വഴിക്കടവ് വെള്ളക്കെട്ട എന്ന ആ പ്രദേശത്തെ വന്യജീവി ശല്യം നിലനിൽക്കുന്നുണ്ട്. പന്നിയെ പിടിക്കാൻ അല്ലെങ്കിൽ പന്നിക്ക് വെച്ച കെണിയിലാണ് ഇത്തരത്തിൽ രണ്ടുപേർ പെട്ടത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിലാണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. അത് സർക്കാർ സ്പോൺസേഡ് മർഡർ എന്നാണ് UDF ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ ആ പോലീസ് വാഹനം തടഞ്ഞിരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ആ വാഹനത്തിന് മുകളിലടക്കം കയറി വലിയ തോതിലുള്ള പ്രതിഷേധം UDF പ്രവർത്തകർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ നടത്തുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇവിടുന്ന് ഏതാണ്ട് 100 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക്. പക്ഷേ അങ്ങോട്ട് പോലും DYSP അടക്കം ഉള്ള ആളുകൾ ഇവിടെ തുടരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണണം. പോലീസ് വാഹനത്തിന് ഏറ്റവും മുകളിൽ യൂത്ത് ലീഗിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കൊടികൾ കെട്ടിയാണ് ഈ പ്രതിഷേധം അവർ തുടരുന്നത്. ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണ്. അതിന് ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരാണ് എന്ന ആക്ഷേപമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തുടരുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലമാണ്. അവർക്ക് മറ്റൊരു തരത്തിലുള്ള ആക്ഷൻ എടുക്കാൻ കഴിയില്ല. പ്രവർത്തകരെ മുഴുവൻ വിട്ടയക്കണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കും എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുക തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ നിലമ്പൂർ ബാംഗ്ലൂർ പാതയിൽ നേരത്തെ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഈ പ്രദേശത്തു കൂടി വന്ന സമയത്ത് വാഹനം തടയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധം നേരിടുന്നതിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. എന്തായാലും പ്രതിഷേധം നമ്മുടെ ക്യാമറമാൻ ഷിജു ചവറ ആ ദൃശ്യങ്ങളാണ് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പ്രതിഷേധം തുടരുക തന്നെയാണ്. അവർ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടികളെ എന്തിക്കൊണ്ട് വലിയ പ്രതിഷേധം. നമുക്ക് ആ പ്രതികരണങ്ങൾ കൂടി ഒരാൾ